ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വൈഷ്ണവിതും. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. അതെ, സ്കൂളൊക്കെ തുറക്കാനായി. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ തന്നെ ഫോട്ടോ വെച്ചിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കി അവരുടെ ബുക്കിൽ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് സ്കൂളിൽ പോയ ബുക്ക് തുറക്കാനും പഠിക്കാനും ഒക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അത് ഹാപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ തന്നെയാണ്. ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പണി ചെയ്യുമ്പോൾ അതെല്ലാവർക്കും എളുപ്പത്തിലാവുമ്പോൾ കൂടുതൽ നല്ലതല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ക്യാൻവ ആപ്പാണ് കേട്ടോ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കാണുന്ന ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് കുറച്ച് അളവുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ചെറിയ രീതിയിൽ ഒരു നോർമലായിട്ടുള്ള നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു അളവ് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിക്കുള്ള ഒരു ക്യാൻവാസ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരളവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഡിസൈൻ ഇതിൽ ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് അട്രാക്റ്റീവായിട്ടാണ് നമ്മൾ ഈ ഒരു നെയിം സ്ലിപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ അടിഭാഗത്തായിട്ടാണ് കേട്ടോ എല്ലാ ഐക്കൺസും കാണുന്നത്. അതിൽ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഏത് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് എന്നുള്ളത് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ സ്കൂളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് അതിൽ വരും. അപ്പോൾ നമുക്കതിൽ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതല്ല, ഇനി വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വേണം, നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിലും അത് നമുക്കതിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൽ സെർച്ച് ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള പിക്ചേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിതുപോലെയുള്ള ക്രയോൺസിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ഷേപ്പ് ആഡ് ചെയ്യുകയാണ്. അത് ആ എലമെൻറ്റ്സിൽ തന്നെ ടൈപ്പ് ചെയ്ത് ഷേപ്പ് എന്ന് അടിച്ചു കൊടുത്തിട്ടാണ് ഷേപ്പ് എടുത്തത്. അത് ഞാൻ എന്തിനാണ് അതിൽ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ക്രയോൺസിൻ്റെ ആണല്ലോ, അതിൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അത്ര ഹൈലൈറ്റ് ആയിട്ട് തോന്നില്ല. അപ്പോൾ ഒരു ഷേപ്പ് ഞാൻ അതിൽ കൊടുന്ന് വെച്ചിട്ട് അത് ഒന്ന് വലുതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കളർ യെല്ലോ ആണല്ലോ, അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കളറ് വൈറ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ ഉണ്ട് കേട്ടോ. എല്ലാം അടിഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട് പറ്റും. അതിൽ നമ്മൾ ട്രാൻസ്പെറൻസി കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണും ചെയ്യും. നമ്മൾ അതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസും ഹൈലൈറ്റ് ആയിട്ട് കാണും. അപ്പോൾ ഞാൻ ഈ രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസിൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണമല്ലോ, അതിനായിട്ട് നമുക്ക് ഒരു ഫ്രെയിം വേണം. അപ്പം ഞാൻ എലമെൻറ്റ്സിൽ തന്നെ ഫ്രെയിം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു ഫ്രെയിം അതിൽ കൊടുന്ന് വയ്ക്കുകയാണ്. ഫ്രെയിം കൊടുന്ന് വയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ കറക്റ്റായിട്ട് അതിൻ്റേതായ ഒരു ഭംഗിയിലിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഫ്രെയിമെന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പല ഷേപ്പിലുള്ള ഫ്രെയിമുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കതിൽ നിന്ന് ഏത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ ആ ക്യാൻവാസിലോട്ട് വരും കേട്ടോ. ഇനി അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അത് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഏത് സൈഡിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുന്ന് വെക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ വലുപ്പം കൂട്ടി കൊടുക്കാനായിട്ട് പറ്റും. ഏത് ഷേപ്പിലുള്ള ഫ്രെയിം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് അതിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം കേട്ടോ. പിന്നെ അതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആഡ് എ സബ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കതിൽ വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നെയിം, സ്റ്റാൻഡേർഡ്, ക്ലാസ്, ഡിവിഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിപ്പോൾ പേര് മാത്രമല്ല, ക്ലാസ്സും സബ്ജക്റ്റും ഒക്കെ നമുക്ക് അതിലിപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ തന്നെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതത് സബ്ജക്റ്റിൻ്റെ മുകളിൽ അത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഇഷ്ടത്തിന്. നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുമ്പം ഒരുപാട് കാശ് ചിലവാകുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ ചെയ്യുമ്പം അതൊക്കെ നമുക്ക് ലാഭിക്കാനും പറ്റും. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതും
നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഡിസൈനിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാൻ ഞാൻ എന്തായാലും റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. പിന്നെ ഞാനിതെല്ലാം ടൈപ്പ് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടൊരു ഫോണ്ടിലാണ് കൊടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഡെമോ കണക്കിന് ചെയ്യുന്നതാണ്, അല്ലാതെ ആർക്കും ഒരു എന്താ പറയുക കസ്റ്റമേഴ്സിൻ്റെ ഇതിന് വേണ്ടി ചെയ്യുന്നതെന്നല്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിലധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. എല്ലാം ജസ്റ്റ് എന്താണോ വേണ്ടതെന്ന് എഴുതിയിട്ട് പിന്നെ അതിന് സ്പേസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങളുടെ കുട്ടികളുടെ പേരായാലും ക്ലാസ് ആയാലും സബ്ജക്റ്റ് ആയാലും എന്താണോ നിങ്ങൾക്ക് അതിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അതിൽ ടൈപ്പ് ചെയ്തിട്ട് വയ്ക്കാവുന്നതാണ്. ഫോണ്ടും കളേഴ്സും ഒക്കെ മാറ്റാവുന്നതാണ് കേട്ടോ. അങ്ങനെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ബ്ലാക്കിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് നിങ്ങൾക്കതിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് മറ്റുള്ള ആളുകൾക്കും ചെയ്തു കൊടുത്തതൊരു ബിസിനസ്സായിട്ടും കൊണ്ട് നടക്കാം. ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കാവുമ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സീസൺ ആയതുകൊണ്ട് ഇതിനായിട്ട് ഇരിക്കാൻ ടൈമില്ലാത്ത പേരൻസൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ബിസിനസ്സായിട്ട് എടുക്കാനും പറ്റും, ഒരുപാട് ഏണിങ്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി അതിൻ്റേതായ വൃത്തിക്ക് ചെയ്ത് പറ്റും. പിന്നെ ഇത് നമ്മളൊരു 15 നെയിം സ്ലിപ്പിന് 130 രൂപ 110 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മളിത് സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പം നമുക്ക് അത്രയും ക്യാഷിൻ്റെ ചിലവൊന്നും വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള എണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പം അതല്ലേ കൂടുതൽ എളുപ്പം. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ. അപ്പം നിങ്ങളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റായിട്ട് ചോദിക്കണം. ഇനി ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് A4 ആയാലും A3 ആയാലും സ്റ്റിക്കർ ഷീറ്റിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന കടയിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കർ ഷീറ്റിൽ നമുക്ക് ചെയ്തു തരും. പിന്നെ ജസ്റ്റ് അതൊന്നെടുത്ത് ഒട്ടിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചത് ഏത് ഫോണ്ടിലോട്ട് വേണമെങ്കിലും മാറ്റാം. ഞാൻ ജസ്റ്റ് ഒരു ഫോണ്ടിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടിലോട്ട് ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഒരെണ്ണം ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെ ഇനി ബാക്കിയുള്ള എല്ലാ പിക്ചേഴ്സിലും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് ബാക്കി എല്ലാ പിക്ചേഴ്സിലും നമുക്ക് ഇതേ സെയിം പാറ്റേണിൽ തന്നെ വരണം. അതിനായിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചേഴ്സ് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പിക്ചേഴ്സും കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ മുഴുവനും നമുക്ക് ഇതേ സെയിം പാറ്റേൺ തന്നെ വരണം. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ടൈപ്പ് ചെയ്ത് വീണ്ടും ഫ്രെയിം വെച്ച് ഷേപ്പ് വെച്ചൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ അതിൽ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഞാനത് കോപ്പി ചെയ്തെടുക്കുകയാണ്. അത് കോപ്പി ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കോപ്പി ചെയ്തെടുക്കണം അതൊക്കെ അതിൽ സെലക്ട് ചെയ്യാം. അപ്പം ഞാനിതിൻ്റെ ഷേപ്പും ഫ്രെയിമും അതുപോലെ ഞാൻ എഴുതി വെച്ചതും ആ 3 ഐറ്റംസും ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കി ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളും വരും. അപ്പോൾ അതിൽ പോയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ചെയ്ത് വെച്ച അതേ സ്ലിപ്പ് പോലെ തന്നെ സെയിം പാറ്റേണിൽ എല്ലാ ബാക്ക്ഗ്രൗണ്ടിലും നമുക്കിത് കിട്ടുന്നുണ്ട്. അങ്ങനെയായിട്ട് മാറും. അതല്ലാതെ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ കോപ്പി പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. ക്യാൻവ ആപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സും അല്ലാതെ നമ്മുടെ ഗാലറിയിലുള്ള പിക്ചേഴ്സും ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസ് വെച്ചിട്ടും ഇതിൽ ചെയ്യാനായിട്ട് പറ്റും.
15 തരം ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സിലാണ് ഞാനിപ്പോൾ ഈ സ്ലിപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാം സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പിക്ചേഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളർഫുള്ളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് എടുത്ത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് താഴെ കാണുന്ന അപ്ലോഡ് എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഗാലറിയിലോട്ട് പോകും. ഗാലറിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളത് അപ്ലോഡ് ചെയ്യുക. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ക്യാൻവയുടെ ഗാലറിയിലോട്ടാണ് കേട്ടോ അപ്ലോഡായി പോകുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് എടുത്തിട്ട് നമ്മുടെ ഈ നെയിം സ്ലിപ്പിലോട്ട് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് മുഴുവൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ഓരോന്നായിട്ടാണ് ക്യാൻവയുടെ ഗാലറിയിലോട്ട് അപ്ലോഡ് ആയിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സമയം പിടിക്കും. അത് പിടിച്ചതിന് ശേഷം നമ്മൾ ഓരോ ഫോട്ടോസ് അതിലോട്ട് കൊടുന്ന് വയ്ക്കാം. ആ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അത് കൊടുന്ന് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ആ ഫ്രെയിമിൽ അത് കറക്റ്റായിട്ട് വന്നിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ഫോട്ടോസാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫോട്ടോസൊക്കെ ഒന്നും കൂടി അടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണും. അപ്പോൾ ഈ രീതിക്കാണ് ഇതിൽ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് സേവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ മുകളിൽ കാണുന്ന ആ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ PDF ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇത് PDF ആയിട്ട് സേവായി കിടക്കും. അപ്പോൾ നമ്മളിത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സ്ഥലത്ത് PDF ആയിട്ട് തന്നെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയിം സ്ലിപ്പ് തയ്യാറാക്കാൻ. കുറച്ച് നേരത്തെ പണിയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ
നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ സ്വന്തം ഫോണിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻ്റായിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയിൽ മെസ്സേജായിട്ട് അയക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.